ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERT കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന അരോമാറ്റിക് സംയുക്തങ്ങൾ മുതലാണ്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതിന്റെ ബേസിസിലാണ് അങ്ങനെ പോയത്, ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കെമിസ്ട്രിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കെമിസ്ട്രിയിൽ നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഓർഗാനിക് കെമിസ്ട്രിയായി ബന്ധപ്പെട്ട് 10th സ്റ്റാൻഡേർഡിലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മളുടെ സയൻസ് ഏരിയയിൽ SCERT നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ LP UP സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാക്കി സബ്ജക്റ്റുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്കിനി അങ്ങോട്ട് ഒരുപാട് ലാഗ് ഒന്നും വരാതെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ന് അരോമാറ്റിക് സംയുക്തങ്ങളെ കുറിച്ച് നോക്കാം. അപ്പോൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചുള്ള ചില ധാരണകൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സംയുക്തം നൽകിയിട്ടുണ്ട്. നോക്കിക്കേ, എങ്ങനെയാണ് കണ്ടോ, ഒരു സൈക്ലിക് ആയിട്ട് അല്ലെ, കാർബൺ കാർബൺ ഉണ്ട് ഇവിടെ കണ്ടോ, ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ആണ് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഇതിനകത്ത് മൊത്തം 6 കാർബൺ ആറ്റം ഉള്ളത് അല്ലെ, 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും ആണ് ഉള്ളത്. അപ്പൊ അതിനെ തന്നെ നമുക്ക് ഈ രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു സൈക്ലിക് രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്, ഇത് ഏത് സംയുക്തമാണ്? C6H6 അല്ലെ എന്ന് പറയുമ്പോൾ ബെൻസീൻ ആണ്. ഈ സംയുക്തം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഇത് അരോമാറ്റിക് സംയുക്തമാണ്. അരോമാറ്റിക് സംയുക്തം. അപ്പോൾ ഈ സംയുക്തത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, ബെൻസീൻ ആണ്. C6H6, 6 കാർബൺ ആറ്റം 6 ഹൈഡ്രജൻ ആറ്റം ആണ് ഉള്ളത്. അപ്പൊ ബെൻസീൻ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ബെൻസീൻ. ഇനി നോക്കിയേ, ഇവിടെ 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മളവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെന്ന് വെക്കാം. ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു OH ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഫിനോൾ എന്ന് പറയാം. ഫിനോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? C6H5OH. ഒരു ഹൈഡ്രജൻ ആറ്റത്തെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി, എന്നിട്ട് ഇവിടെ OH ഗ്രൂപ്പ് വന്നു അല്ലെ. അപ്പൊ ഇതെന്താണ്? ഫിനോൾ ആണ്, ഫിനോൾ. ഇനി അടുത്ത നോക്കിയേ, അടുത്തത് ഈ OH ഗ്രൂപ്പിന് പകരം അല്ലെങ്കിൽ C6H6 ബെൻസീനിലെ 6ാമത്തെ ആറ്റത്തിന് പകരം നമ്മൾ COOH ഗ്രൂപ്പാണ് ചേർക്കുന്നതെന്ന് വെക്കാം. അങ്ങനെ വരുമ്പോ അതിന്റെ പേര് ബെൻസോയിക് ആസിഡ് എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C6H5COOH എന്നുള്ള രീതിയിൽ കണ്ടോ. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ കണ്ടോ ഏത് രീതിയിലാണെന്നുള്ളത്. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് കണ്ടോ ഇവിടെ എന്ത് ചെയ്തു? OH ഗ്രൂപ്പ് വന്നു. ബെൻസോയിക് ആസിഡിലെ കേസ് ആണെങ്കിലോ അവിടെ ഹൈഡ്രജൻ മാറിയിട്ട് COOH വന്നു. ഈ രീതിയിൽ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഐസോമെറിസത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഐസോമെറിസം നോക്കാം. കാർബണിക സംയുക്തങ്ങളുടെ എണ്ണക്കൂടുതലിനും വൈവിധ്യത്തിനും ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാർബണിക സംയുക്തങ്ങളുടെ എണ്ണക്കൂടുതലിനും വൈവിധ്യം, അതിന്റെ ഡിഫറൻസിനും ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സാന്നിധ്യമാണ് കാരണമാകുന്നത്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് കുറച്ച് ഘടനാവാക്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, CH3CH CH3Cl ഈ രീതിയിലല്ലേ തന്നിരിക്കുന്നത്. ഇതിൽ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 1 2 3. ഇത് ക്ലോറിൻ ആണല്ലോ അല്ലെ, ഇത് ക്ലോറിൻ ആണ്. അപ്പോ 1 2 3. അപ്പൊ C3 എന്ന് എഴുതി. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 3 4 4 3 7. അപ്പൊ 7 ഹൈഡ്രജൻ. പിന്നുള്ളത് ഒരു ക്ലോറിൻ ആണ് അല്ലെ. അപ്പൊ C3H7Cl എന്ന രീതിയിലാണ് ഇതിന്റെ പേര് വരിക. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ CH3CH2CH2OH. ഇതിൽ മൊത്തം എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 7 ഹൈഡ്രജൻ. പിന്നെ ഒരു OH ഗ്രൂപ്പുമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ C3H7OH എന്നുള്ളത് കിട്ടി. അടുത്ത നോക്കൂ, CH3CH2OH. എത്ര കാർബൺ ആറ്റം? 2. എത്ര ഹൈഡ്രജൻ ആറ്റം? 5. പിന്നെ ഒരു OH ഗ്രൂപ്പ്. ഇനി അടുത്ത നോക്കിയേ, CH3CH2CH2Cl. അപ്പൊ എത്ര കാർബൺ ആറ്റം? 3 കാർബൺ ആറ്റം. അതുപോലെ 7 ഹൈഡ്രജൻ ആറ്റം, ഒരു ക്ലോറിൻ ആറ്റം. ഇനി ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെ, ഇവിടെ നോക്കാം, 1 2 3 4 സംയുക്തങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവയിൽ ഒരേ തന്മാത്രാ സൂത്രമുള്ള സംയുക്തങ്ങൾ ഏതൊക്കെ? ഈ ടിക്കിട്ടതിൽ സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 1 4 ആണ്. 1 4 ആണ് സെയിം ആയിട്ട് വരുന്നത്. ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഇവിടെയും ക്ലോറിൻ തന്നെയാണ്, ഇവിടെയും ക്ലോറിൻ ആണ്. ക്ലോറോ ഗ്രൂപ്പ് അല്ലെങ്കിൽ പൊതുവെ നമുക്ക് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയും. ഇനി ഇവയുടെ IUPAC നാമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. IUPAC നാമം എന്ന് പറയുമ്പോൾ നോക്കിയേ, 1ന്റെയും 4ന്റെയും IUPAC നാമം എഴുതണം. 1 എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 7 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പിന്നെ ഒരു ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പൊ നോക്ക്, ക്ലോറിന്റെ പൊസിഷൻ കൊടുക്കാം. 1 2 3. 2 ക്ലോറോ അല്ലെ, 2 ക്ലോറോ. മൊത്തം എത്ര കാർബൺ ആറ്റം? 3 കാർബൺ ആറ്റം. അപ്പോ 2 ക്ലോറോ പ്രൊപ്പൈൻ എന്നതിന്റെ പേര് വരും. ഇനി അടുത്തത് നാലാമത്തെ നോക്കിയേ, 1 2 3 കാർബൺ ആറ്റം അല്ലെ. അപ്പോ പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പൈൻ അല്ലെ. പ്രൊപ്പൈനിൽ നമ്മൾ എന്ത് വന്നു?
ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ കൊടുക്കാം. 1 ക്ലോറോ പ്രൊപ്പൈൻ എന്ന് വരും. പൊസിഷൻ കൊടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാ പേര് കൊടുക്കുന്നതെന്ന്, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, 1 ക്ലോറോ പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പൈൻ എന്ന് വരും അല്ലെ. മെത്ത പ്രൊപ്പ 3 കാർബൺ ആറ്റം ആണ്. അപ്പോൾ എയിൻ കൊടുത്തു. പിന്നെന്താണ്, ക്ലോറോ ആണ് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ നോക്കി IUPAC നാമം നമ്മളോട് എഴുതി. ഇനി ഇവിടെ നോക്ക്, ഇതിൽ ഹാലോ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്ന സംയുക്തങ്ങളെ, ഹാലോ ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടിലും ക്ലോറിൻ വന്നുകൊണ്ടാണ് ക്ലോറോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവയിൽ ഹാലോ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്ന സംയുക്തങ്ങളിലെ കാർബൺ ആറ്റത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസമുണ്ട്. ഇവിടെ എത്രയാണ്? 1 ആണ് വന്നത്, ഇവിടെ 2 ആണ് വന്നത് അല്ലെ. അപ്പോ ഇവയ്ക്ക് ഒരേ തന്മാത്രാ സൂത്രമാണെങ്കിലും വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങളാണ്. മനസ്സിലായല്ലോ നമുക്ക് അവയുടെ ഘടനാവാക്യം. അപ്പൊ നോക്കിയേ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തേത് കണ്ടോ, CH3 ഇവിടെയാണ് ക്ലോറിന്റെ ആ ഒരു ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, CH3 CH2 Cl ഈ രീതിയിലല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ ഒരേ തന്മാത്രാ സൂത്രമാണ്. തന്മാത്രാ സൂത്രം ഒരേപോലെയാണ്. C3H7 Cl എന്നുള്ളതാണ് തന്മാത്രാ സൂത്രം. അപ്പൊ തന്മാത്രാ സൂത്രം സെയിം ആണെങ്കിലും വ്യത്യസ്ത ഘടനാവാക്യമാണ് അല്ലെ. വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങളാണ് ഇവ രണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഘടനാവാക്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ രാസ ഭൗതിക സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇവയെ നമുക്ക് എന്ത് പറയാം? ഐസോമറുകൾ എന്ന് പറയാം, ഐസോമേഴ്സ്. ഓക്കെ, ഇനി നോക്ക്, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസ ഭൗതിക സ്വഭാവമുള്ളതുമായിട്ടുള്ള സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് പറയുന്നു. ഐസോമറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ കണ്ടതുപോലെ എന്താണ്, മുകളിൽ നമ്മൾ കണ്ടു രണ്ടിനും എന്തായിരുന്നു? സെയിം തന്മാത്രാ സൂത്രമായിരുന്നു. എങ്കിൽ കൂടിയിട്ടും അതിന്റെ ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പൊ ഘടനയിലൂടെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ രാസഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അവയെ ഐസോമറുകൾ എന്ന് പറയുന്നു. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്ത് പറയും? ഐസോമറിസം എന്ന് പറയും. ഐസോമറിസം. ഇവയുടെ ഘടനാവാക്യങ്ങൾ എന്താണ്? വ്യത്യാസമാണ്. തന്മാത്രാ സൂത്രം സെയിം ആണെങ്കിലും ഘടനാവാക്യങ്ങൾ വ്യത്യാസമാണ്. അവയുടെ രാസ ഭൗതിക സ്വഭാവത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മനസ്സിലാക്കാം. ഇനി ഘടനയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഓർഗാനിക് സംയുക്തങ്ങൾ പലതരത്തിലുള്ള ഐസോമറിസം പ്രകടിപ്പിക്കാറുണ്ട്. അവയിൽ ഒന്നാണ് ചെയിൻ ഐസോമറിസം. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? ചെയിൻ ഐസോമറിസം എന്നുള്ളതാണ്. ചെയിൻ ഐസോമറിസം. 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്യുക. CH3 എന്നാണ് ആദ്യത്തേത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് CH കണ്ടോ, ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, CH3 എന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ രാസസൂത്രം എഴുതി നോക്കാം. രണ്ടിലും 1, 2, 3, 4 കാർബൺ ആറ്റം. C4 ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? 3, 5, 7, 10. C4H10 എന്നുള്ളതാണ്. അടുത്തതിലോ 1, 2, 3, 4 കാർബൺ ആറ്റം. ഹൈഡ്രജൻ ആണെങ്കിലോ 3, 4, 7, 10. അപ്പോൾ മൊത്തം കാർബൺ ആറ്റങ്ങളുടെയും അതുപോലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണം ഇവിടെ തുല്യമാണ്. അപ്പൊ C4H10 എന്ന രീതിയിലാണ് അവയുടെ തന്മാത്രാ സൂത്രം നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ തന്മാത്രാ സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ടും സെയിം അല്ലേ, C4H10 തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ IUPAC നാമം എഴുതി നോക്കാം. IUPAC നാമം എന്ന് പറയുമ്പോൾ കാർബണിന്റെ എണ്ണ 1, 2, 3, 4 ബ്യൂട്ടൈൻ, മെത്ത പ്രൊപ്പ ബ്യൂട്ട അല്ലെ, ബ്യൂട്ടൈൻ ആണ്. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് നോക്കാം. ഇവിടെ കണ്ടോ, C4H10ന്റെ നമുക്ക് അങ്ങനെ എഴുതാം. ആ രീതി ഒന്ന് നോക്കിയേ. ഇവിടെ കണ്ടോ, ബ്രാഞ്ചസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്രാഞ്ച് നമ്മൾ പേര് കൊടുക്കണം അല്ലെ. ഇപ്പൊ 1, 2, 3 ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ കൊടുത്താലും വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ കൊടുത്താലും സെയിം 2 എന്നുള്ള പൊസിഷൻ തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ 2, പിന്നെയോ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുക, മീഥൈൽ, പിന്നെയോ മെത്ത പ്രൊപ്പൈൻ. അപ്പൊ എന്ത് മനസ്സിലായി? ഇവയുടെ IUPAC നാമം വ്യത്യാസമാണെന്ന് മനസ്സിലായി. ഘടന വ്യത്യാസമാണ്. തന്മാത്രാ സൂത്രം സെയിം ആണെങ്കിലും ഘടന വ്യത്യാസമാണ്. അപ്പൊ ഇതെന്താണ്? ഐസോമറുകളാണ്. ഈ 2 സംയുക്തങ്ങൾ തമ്മിൽ ഘടനയിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എന്ത് വ്യത്യാസം ഉള്ളത്? ആ വ്യത്യാസം കണക്കാക്കാൻ നമുക്ക് ജസ്റ്റ് ആ ഒരു കാർബൺ ആറ്റങ്ങളെ മാത്രം എടുത്തൊന്ന് എഴുതി വെക്കാം. ചെയിൻ ആയിട്ട് എഴുതി വെക്കാം. ആദ്യത്തെ ബ്യൂട്ടൈൻ എഴുതാണ്. കണ്ടോ, ഈ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ കാർബൺ ആറ്റങ്ങളെ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. നോക്കാം, ചെയിൻ ആയിട്ടാണ്. ഇവിടെ നോക്കിയേ, ഒരു ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. 4 കാർബൺ ആറ്റാണ്, അതിലൊരു കാർബൺ ആറ്റം ചെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്. ചെയിൻ ഘടന എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐസോമറുകളെയാണ് എന്ത് പറയുക? ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ എന്താണ് ചെയിൻ ഐസോമറുകൾ? എന്താണ് ചെയിൻ ഐസോമർസ്? എന്താണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒന്നുകൂടി നോക്കാം. ഒരേ തന്മാത്രാ സൂത്രമുള്ളവയും എന്നാൽ
കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതും എന്താ പറഞ്ഞത് ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും. കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയായിരിക്കും. അങ്ങനെയുള്ള സംയുക്തങ്ങളെ ചെയിൻ ഐസോമറുകൾ എന്ന് പറയും. ഈ പ്രതിഭാസത്തെയോ ചെയിൻ ഐസോമറിസം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം. പെന്റെയിൻ. പെന്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം ആണ് അല്ലെ? 5 കാർബൺ ആറ്റം പെന്റെയിൻ ആണ്. അപ്പൊ എങ്ങനെ വരും? എങ്ങനെയായിരിക്കും അതിന്റെ ഇക്വേഷൻ വരുന്നത്? CN2N+2 എന്നുള്ള രീതിയിലാണ് അല്ലെ പെന്റെയിൻ വരുന്നത്, ആൽക്കെയിൻ വരുന്നത്. അപ്പൊ എങ്ങനെയാ? C5 കാർബൺ ആറ്റത്തിന്റെ എണ്ണം 5 ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം 2 × 5+10 ആയിരിക്കും, 5+2 ആയിരിക്കും. അപ്പോ C5H12 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാനായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ടിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടാൽ മാത്രമാണ് ആൽക്കെയിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്, ആൽക്കീൻ എങ്ങനെയാണ്, ആൽക്കൈൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ, മൂന്നാമത്തെ ഐസോമറിന്റെ ഘടനാവാക്യം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പെന്റെയിൻ C5H12 ഈ പെന്റെയിന്റെ ഐസോമറുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഘടനാവാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ മൂന്നാമത്തേത് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മൾ ചെയിൻ പോലെ അങ്ങോട്ട് എഴുതി, രണ്ടാമത്തേത് ഒരെണ്ണം ബ്രാഞ്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാഞ്ചിനെ കൊണ്ടുപോയിട്ട് ഇവിടെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അങ്ങോട്ട് നമ്മൾ നമ്പർ കൊടുക്കുമ്പോഴും തിരിച്ച് ഇങ്ങോട്ട് നമ്പർ കൊടുക്കുമ്പോഴും രണ്ടിന്റെയും പേര് ഒരുപോലെ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതാ മറ്റൊരു രീതിയിൽ ഒരു ഐസോമർ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? കണ്ടോ, മൊത്തം 5 കാർബൺ ആറ്റം ആണ്. 5 കാർബൺ ആറ്റം വന്നോന്ന് നിങ്ങൾ നോക്കിക്കേ, എത്ര എണ്ണം ഉണ്ട്? ഇതാ നോക്ക്, 1 2 3 4 5 5 കാർബൺ ആറ്റം വന്നു. C5 ആയി. H എത്രയാണ്? H12 ആണ്. നോക്കിയേ, 3 3 6 3 9 9ഉം 3ഉം എത്രയാ? 9 3 11 1 12 വന്നല്ലോ. അപ്പൊ ഒരു കാർബൺ ആറ്റത്തെ ഇങ്ങനെ നടുക്ക് നിർത്തിയിട്ട് പിന്നെ എന്താ ചെയ്തത്? ഇതൊരു 3 എണ്ണം ഇവിടെ കൊടുത്തു അല്ലെ? മെത്ത് പ്രൊപ്പം 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടും കൊടുത്തിട്ടാണ് ഈ ഒരു ഐസോമർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു CH3യെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടും എഴുതാം. പക്ഷെ നമുക്ക് എന്ത് വരും? ആ പേര് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരേ രീതിയിലായിരിക്കും പിന്നെ IUPAC നാമം എഴുതുമ്പോൾ നമ്മൾ വായിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാതെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എഴുതിയത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കിയേ, അടുത്തൊരു ചോദ്യം നോക്കിയേ. ഹെക്സൈൻ തന്നിട്ടുണ്ട് നമുക്ക്. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്? ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ ആറ്റാണ് അല്ലെ? 1 2 3 4 5 6. C6 HO 3 2 5 6 7 8 9 10 11 11 3 14. അപ്പൊ 14 കാർബൺ ആറ്റവും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് ഇതിനെ? C6H14 എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇതെന്താണ്? ഹെക്സൈൻ ആണ്, ഹെക്സൈൻ. അപ്പൊ ഇതിനെ നമുക്ക് ഏത് രീതിയിലൊക്കെ ഐസോമറുകൾ എഴുതാം. അപ്പൊ ഐസോമർ, ആദ്യത്തെ ഒരു ഐസോമർ ഇത് തന്നെയായിട്ട് നമുക്ക് പരിഗണിക്കാം, ചെയിൻ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഒരെണ്ണം കണ്ടോ, ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയി കൊടുത്തിരിക്കുന്ന രീതിയിൽ എഴുതാം. ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ എഴുതാം. കാരണം എന്താ? കാരണം നമ്പേഴ്സ് മാറി ഇതല്ലേ വരിക. നമ്മൾ നമ്പർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കുമ്പോൾ റൈറ്റിൽ ലെഫ്റ്റിലോട്ട് കൊടുക്കുമ്പോഴും IUPAC നാമം എഴുതുമ്പോൾ അത് മറ്റൊരു ഐസോമർ ആയിട്ട് തന്നെ വരും അല്ലെ? ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ CH3 എടുത്ത് ഇവിടെ കൊടുത്തിട്ട് മറ്റൊരു ഐസോമർ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം അത് ഈ രണ്ടാമത്തേതിന്റെ അതേ IUPAC നാമം തന്നെ വരും എഴുതുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 മീഥൈൽ ഗ്രൂപ്പ് 2 രീതിയിൽ കൊടുത്ത് ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഒരു കാർബൺ ആറ്റത്തിന് തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് കൊടുത്ത് ഇങ്ങനെയും ഒരു ഐസോമർ ഉണ്ട്. അങ്ങനെ മൊത്തം 5 ഐസോമറുകളാണ് ഈ ഹെക്സൈന് സാധ്യമാവുന്നത്. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് ഐസോമറുകൾ എഴുതുന്നത്. ഐസോമറുകൾ എഴുതാനായിട്ട് നമ്മൾ അങ്ങനെ എഴുതി തന്നെ നോക്കണം. അപ്പോൾ എത്ര ചെയിൻ ഐസോമറുകൾ സാധ്യമാണെന്നാണ് നമ്മളിപ്പോ എഴുതിയിരിക്കുന്നത്. ഓക്കെ. പൊസിഷൻ ഐസോമറിസം. പിന്നെ നമുക്ക് പൊസിഷൻ ഐസോമറിസം നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2 ഘടനാവാക്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. നോക്കിയേ, ഒരു OH ഗ്രൂപ്പ് വരുന്നത് ചെയിനിലും വരുന്നത്, അതുപോലെ ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇതിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാ ചോദിച്ചത്? OH ഗ്രൂപ്പ് ആണ് അല്ലെ? OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതാം നമുക്ക്? നോക്കി, എത്ര കാർബൺ ആറ്റം? 1 2 3 3 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 2 5 6 7 ഇവിടെ നിന്ന് 8. അപ്പൊ H8 പിന്നെ ഒരു ഓക്സിജനും ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ IUPAC നാമം നമുക്ക് എഴുതുമ്പോൾ അല്ലെ, നമ്പർ കൊടുത്ത് ആ രീതിയിൽ എഴുതുക. അപ്പൊ ഇവിടെ 3 കാർബൺ ആറ്റാണ്. അപ്പൊ മൊത്തം പ്രൊപ്പാണ് വരുന്നത്. പിന്നെയോ പ്രൊപ്പനോൾ OH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഇവിടെ 1 അല്ലേ നമ്പർ വരുന്നത് അല്ലെ? OH ഗ്രൂപ്പിന് 1 ആണ്. അപ്പൊ പ്രൊപ്പനോൾ എന്ന് കൊടുക്കാം. രണ്ടാമത്തേതിനോ നമ്പർ കൊടുക്കുമ്പോൾ രണ്ടാമത്തേതിലാണ് അല്ലെ? ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താലും ഇവിടെ 2 നമ്പർ വരും, തിരിച്ച് ഇങ്ങോട്ട് നമ്പർ കൊടുത്താലും ഇവിടെ 2 വരും. ഓൾറെഡി ഈ ഇതിന്റെ മുൻപത്തെ ഭാഗങ്ങളൊക്കെ കാണാത്തവർക്ക് ഇതൊന്നും ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം, ഈ ഒരു നെയിമിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പൊ രണ്ടാമത്തേത് പ്രൊപ്പ2 ഓൾ, എന്താണ്? ആൽക്കഹോൾ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഓൾ വന്നത് കേട്ടോ.
അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഇവയുടെ തന്മാത്രാസൂത്രം ഒരുപോലെയാണെങ്കിലും, എന്താ പറഞ്ഞത്, തന്മാത്രാസൂത്രം ഒരുപോലെയാണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ കണ്ടോ, ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസമാണ്. അപ്പൊ അത്തരം ഐസോമറുകളെ എന്ത് പറയും? പൊസിഷൻ ഐസോമറുകൾ എന്ന് പറയും. എന്താണ് പൊസിഷൻ ഐസോമറുകൾ? ഒരേ തന്മാത്രാസൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന, നോക്കണേ, ഒരേ തന്മാത്രാസൂത്രവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം, എന്തിന്റെ സ്ഥാനം? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യാസമാണെങ്കിൽ അവയെ പൊസിഷൻ ഐസോമറുകൾ, എന്തിന്റെ പൊസിഷനാണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസമാണ് എന്നുണ്ടെങ്കിൽ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ അപ്പൊ എന്ത് പറയും? പൊസിഷൻ ഐസോമെറിസം എന്നും പറയും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാത്രമായിരിക്കും പൊസിഷൻ ഐസോമറുകളിൽ വ്യത്യാസപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കിയേ, രണ്ട് ഘടനാവാക്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാട്ടോ. അപ്പൊ അതിൽ തന്മാത്രാ സൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിന്റെയും നോക്കാം. 1, 2, 3, 4 കാർബൺ ആറ്റം, 8 ഹൈഡ്രജൻ ആറ്റം ആണ് രണ്ടിലും വരുന്നത്. ഇനി IUPAC നാമം എഴുതാൻ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം, ഡബിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. ഡബിൾ ബോണ്ട് വന്നപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഈൻ എന്ന് കൊടുക്കും അല്ലെ? ഈൻ നോക്കിയാൽ ഇനി പൊസിഷൻ അനുസരിച്ച് ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും പേര് കൊടുക്കാൻ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നോക്ക്, ഇത് ഏത് തരത്തിലുള്ള ഐസോമർസ് ആണ് പ്രകടിപ്പിക്കുന്നത്? ഏത് തരത്തിലുള്ളതാണ്? ഏതാണ്? ചെയിൻ ഐസോമർസ് ആണ്. ചെയിൻ ഐസോമർസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ദ്വിബന്ധനത്തിന്റെ സ്ഥാനമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ദ്വിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാരണമാണ് ഇവിടെ എന്ത് വന്നത്? ഈ ഒരു പേര് കൊടുത്തതിൽ ഡിഫറൻസ് വന്നത്. ദ്വിബന്ധനത്തിന്റെ സ്ഥാനം വ്യത്യാസം വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? നമ്മളിവിടെ ഒരു ഇത് വായിച്ചത് എങ്ങനെയാണ്? ഡെഫിനിഷൻ വായിച്ചത് എങ്ങനെയാണ്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറുന്നതനുസരിച്ചെന്നാണ്. ഇവിടെ ദ്വിബന്ധനത്തിൽ വന്ന ഈ ഒരു, അല്ലെങ്കിൽ ദ്വിബന്ധനത്തിൽ നമ്മളിപ്പോ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് ഇവിടെ പരിഗണിച്ചതെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നോക്കിയേ, CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത് നോക്കാം. അതുപോലെ ഇവിടെയും ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ട്രിപ്പിൾ ബോണ്ട് വരുമ്പം അത് ആൽക്കൈൻ അല്ലേ? ആൽക്കൈൻ. അപ്പൊ എങ്ങനെ പേര് കൊടുക്കണം? പൊസിഷൻ കൊടുക്കുക, പിന്നെ അയിൻ അല്ലെ? YNE. 4 കാർബൺ ആറ്റാണ്. ബ്യൂട്ട് 1 അയിൻ, ബ്യൂട്ട് 2 അയിൻ എന്ന് വന്നു. ഇവിടെ ത്രിബന്ധനത്തിന്റെ സ്ഥാനമാണ് മാറ്റിയിരിക്കുന്നത് അല്ലെ? ത്രിബന്ധനത്തിന്റെ സ്ഥാനം കണ്ടോ, ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോ ത്രിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസമായിരുന്നതിനാൽ ഇവിടെ പൊസിഷൻ ഐസോമർസമാണ് പ്രകടിപ്പിച്ചത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ദ്വിബന്ധനത്തെയും ത്രിബന്ധനത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പുകളായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? പൊസിഷൻ ഐസോമർസം വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും പഠിച്ചു. അപ്പൊ അതിനനുസരിച്ച് ഇനി രണ്ട് പൊസിഷൻ ഐസോമർസത്തിന്റെ ഘടനാവാക്യങ്ങൾ എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് എഴുതി നോക്കുക, ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഈ രണ്ട് ചോദ്യങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷണൽ ഐസോമർസത്തെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ചുവടെ രണ്ട് സംയുക്തങ്ങളുടെ ഘടനാവാക്യം IUPAC നാമമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതില് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? അപ്പൊ നോക്ക്, CH3 CH2 OH കണ്ടോ, മെത്ത് എത്ത് OH ആണ് വന്നിരിക്കുന്നത്, ആൽക്കഹോൾ ആണ്. അപ്പൊ എത്തനോൾ എന്നുള്ളതാണ് IUPAC നാമം. ഇനി അടുത്ത നോക്കിയേ, CH3O CH3 കണ്ടോ, ഏതാണ്? മീതോക്സി മീതേൻ അല്ലെ? മീതോക്സി മീതേൻ ആണ് ഇതിന്റെ പേര്. ഇനി അടുത്ത നോക്കാം, ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന്. ഈ OH ഗ്രൂപ്പും ഈ അല്ലെങ്കിൽ എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പുമാണ്. അപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആൽക്കോക്സി ഗ്രൂപ്പുമാണ് എന്താ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് പാർട്ട് 1-ലാണോ 2-ലാണോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ മുഴുവനായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഏരിയ ആയതുകൊണ്ടാണ് വീണ്ടും റെപ്പിറ്റേഷൻ നമ്മൾ പറയാത്തത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതാം. തന്മാത്രാ സൂത്രം എഴുതാന്ന് പറയുമ്പോൾ മൊത്തം 2 കാർബൺ ആറ്റം, 6 ഹൈഡ്രജൻ ആറ്റം, പിന്നെ രണ്ടിലും എന്തുണ്ട്? ഓരോ ഓക്സിജനും ഉണ്ട് അല്ലെ? ഈ രീതിയിൽ എഴുതാലോ. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിനെ കൂടി കൂട്ടിയാണ് നമ്മളിവിടെ 6 ഹൈഡ്രജൻ ആറ്റം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഓക്സിജനും വരുന്നുണ്ട്. ഈ കേസിലും അങ്ങനെ തന്നെയല്ലേ? 2 കാർബൺ ആറ്റം വരുന്നുണ്ട്, 3 6 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്, ഒരു ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ രണ്ട് സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ വിശകലനം ചെയ്തതിലൂടെ ഇവയുടെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമാണ് എന്ന് നമ്മൾ കണ്ടെത്തി. ഒന്നിൽ ഇവിടെ കണ്ടോ, ഇവിടെ O ആണ്, ഓക്സിജൻ ആണ്, ആൽക്കോക്സി ഗ്രൂപ്പും ഒന്നില് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിട്ട് വരുന്ന ഐസോമറുകളെയാണ് എന്ത് പറയുന്നത്?
ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഐസോമറുകൾ നോക്കിയേ, സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയാണെങ്കിലും തന്മാത്രാ സൂത്രം സെയിം ആണ്. ഇവിടെ എന്താണ് മാറിയിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമായി വന്നു. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമായി വന്നതുകൊണ്ട് ഇവയെ എന്ത് പറയുന്നുണ്ട്? ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് പൊസിഷൻ ഐസോമറിസത്തിൽ എന്താ പറഞ്ഞത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി മാറി വരുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയും. ഈ ഒരു പ്രതിഭാസത്തെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയും. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഓക്കെ, നോക്കിയേ, OH വന്നാൽ ആൽക്കഹോൾ ആണ്, CHO വന്നാൽ ആൽഡിഹൈഡ് ആണ്. ഇവിടെ X ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുക എന്താണ്? ഹാലൈഡുകളെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവയൊക്കെ ആവാം. പിന്നെ കണ്ടോ, ഇങ്ങനെ CO ആണ് വരുന്നതെങ്കിൽ കീറ്റോണുകളാണ്. COH ആണെങ്കിലോ കാർബോക്സിലിക് ആസിഡ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ എന്താണ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത. കണ്ടിന്യൂഷൻ ഇല്ലാതെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അതിന്റെ തന്മാത്രാ സൂത്രം നമ്മൾ എഴുതി നോക്കുമ്പോൾ C3H6O എന്നുള്ള രീതിയിൽ കിട്ടും. ഏത് തരം ഐസോമർസ് ആണ് പ്രകടിപ്പിക്കുന്നത്? ഏതാണ്? ഫങ്ഷണൽ ഐസോമർസ് ആണ്. നമുക്ക് മനസ്സിലായി എന്ത്? ഇവിടെ കൊടുത്തിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഇവിടെ മാറി വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, രണ്ട് സംയുക്തങ്ങളുടെ ഘടനാവാക്യം തന്നിട്ടുണ്ട്. CHO ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, പിന്നെ ഒരെണ്ണം കീറ്റോൺ ആണ്. കണ്ടോ, ഇതിൽ രണ്ടിലും എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് വ്യത്യാസം മാറി വന്നിരിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കീറ്റോണും ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, സംയുക്തം 1 ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായി വന്നിരിക്കുന്നത്. അതുപോലെ സംയുക്തം 2 ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പുമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? തന്മാത്രാ സൂത്രം എഴുതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ഐസോമർസ് ആണ്? ഫങ്ഷണൽ ഐസോമർസും ആണ്. ഇവിടെ മറ്റൊരു ഹോംവർക്ക് വരുന്നുണ്ട്, ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫങ്ഷണൽ ഐസോമർസത്തിന്റെ ഘടനാവാക്യം IUPAC നാമം ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇനി അടുത്തത് മെറ്റാമറിസം ആണ്. അപ്പൊ മെറ്റാമറിസം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് ഈതറുകളുടെ ഘടനാവാക്യാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇതിനെ കണ്ടോ, ഇങ്ങനെ ഒരു ലിങ്കേജിനെ ഈതർ ലിങ്കേജ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ അപ്പുറം ഇപ്പുറം ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഈതർ ലിങ്കേജ് എന്നാണ് പറയുക കേട്ടോ. ഈതർ ലിങ്കേജ് അത് ആൽക്കോക്സി ഗ്രൂപ്പിനെ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ കണ്ടോ, CH3CH2O CH2CH3. ഇവിടെ കണ്ടോ, ഈ O അല്ലെങ്കിൽ ഈ ഈതർ ലിങ്കേജ്, ഇതിനെയാണ് ഈതർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഈ ഈതർ ലിങ്കേജിന്റെ അപ്പുറം ഇപ്പുറം കണ്ടോ ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ലെ? ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? രണ്ടും സെയിം ആണ്. ഇനി ഈ ഈതർ ലിങ്കേജ് എടുത്തേ, രണ്ടാമത്തേതിലെ അതെങ്ങനെയാ വരുന്നത്? രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെ എന്ത് വരുന്നുണ്ട്? 1, 2, 3 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലെ? 3 കാർബൺ ആറ്റം വരുമ്പോൾ അതെന്താണ്? പ്രൊപ്പ് അല്ലെ? പ്രൊപ്പ് അല്ലേ വരിക? ഓക്കെ, അപ്പോൾ അവിടെ ആ ഭാഗത്ത് 3 കൂടുതൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മീഥൈലുമാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പോ മെറ്റാമറിസം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ഈതർ ലിങ്കേജിന്റെ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ പരിശോധിച്ചപ്പോൾ ഒന്നാമത്തേതിൽ ഇരുവശമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം ആണ് നമ്മൾ കണ്ടു. രണ്ടാമത്തേതിലാണെങ്കിലോ രണ്ട് സൈഡിലും ഡിഫറെന്റ് ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് എന്താന്നുള്ളത്? അപ്പൊ അങ്ങനെ സംയുക്തം 1 ഈതർ ലിങ്കേജിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒന്ന് തന്നെയാണെന്നും സംയുക്തം 2 ഈതർ ലിങ്കേജിന്റെ ഇരുവശവുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ളവയാണ് എന്ത് പറയുക? അങ്ങനെയുള്ള ഐസോമറുകളെയാണ് മെറ്റാമറുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രാ സൂത്രമാണ്, രണ്ടിനും ഒരേ തന്മാത്രാ സൂത്രമാണ് നമ്മൾ കണ്ടു. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉള്ളതുമായിട്ടുള്ള ഐസോമറുകളെയാണ് മെറ്റാമറുകൾ എന്ന് പറയുന്നത്. മെറ്റാമറുകൾ എന്താണ്? ഒരേ തന്മാത്രാ സൂത്രമുള്ളതും ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉള്ളവയുമാണ്. അങ്ങനെയുള്ള ഐസോമറുകളെയാണ് മെറ്റാമറുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, മറ്റൊരു ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റാമറിസം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്ക്, ഒരേ തന്മാത്രാ സൂത്രമുള്ളതും സംയോജകത 2 വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസവും കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തെയാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. മെറ്റാമറിസം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മെറ്റാമറുകൾ തന്നിട്ടുണ്ട്, നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. നോക്കിയേ, CH3CH2O CO CH2CH3. ഇനി അടുത്ത നോക്കിയേ, CH3CO CH2CH2CH3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ മൊത്തത്തിൽ ഇതിലെ തന്മാത്രാ സൂത്രം നമ്മൾ എഴുതുമ്പോൾ ഈ രീതിയിലല്ലേ വരുന്നത്? 5 കാർബൺ ആറ്റം, 10 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജനും ആണ് വരിക. C5H10O എന്ന് പറയും. രണ്ടിന്റെ തന്മാത്രാ സൂത്രം സെയിം തന്നെയാണ് അല്ലെ? പിന്നെയോ ഇരുവശത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമറിസത്തെ നമുക്ക് എന്ത് പറയാം? മെറ്റാമറിസം എന്ന് പറയാം. ഓക്കെ, അപ്പോ
ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ തന്നിട്ടുള്ള സംയുക്തം അതായത് മെറ്റാമറിസം പ്രകടിപ്പിക്കുന്ന സംയുക്തങ്ങള് എന്തുണ്ടായിരിക്കും, അവയ്ക്ക് പൊസിഷൻ ഐസോമറിസവും പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടോ, സംയുക്തങ്ങൾ പൊസിഷൻ ഐസോമറിസത്തിനും ഉദാഹരണമാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ മെറ്റാമറിസം പ്രകടിപ്പിക്കുന്ന സംയുക്തങ്ങൾ പൊസിഷൻ ഐസോമറിസം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഒരു സംയുക്തത്തിന്റെ കണ്ടോ CH3, CH2, CH2, OCH2, CH2, CH3 ഈ ഒരു സംയുക്തത്തിന്റെ ഏതെങ്കിലും 2 മെറ്റാമറുകളുടെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. മെറ്റാമറാണ് എഴുതേണ്ടത്. മെറ്റാമറുകളുടെ ഘടനാവാക്യം എഴുതുക. അതേപോലെ അതിന്റെ IUPAC നാമം കൂടി ഒന്ന് എഴുതുക. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ എഴുതുന്നത്? കണ്ടോ, ഈ പറഞ്ഞിട്ടുള്ള ഈതർ ലിങ്കേജിന്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുത്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ IUPAC നാമം മാറും. ഓക്കെ, ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ഐസോമർ ജോഡികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ഐസോമർ ജോഡി എന്ന് പറയുമ്പോൾ ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, അതുപോലെ മെറ്റാമറിസം. ഇത്രയും സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഈ വരുന്ന ഐസോമറിസങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്തുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? ചെയിൻ ഐസോമർസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, CH3, CH2, 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 CH3 ഇത് ഒരെണ്ണമാണ്. അതുപോലെ മാച്ചായി വരുന്നത് ഏതാണുള്ളത്? നോക്ക്, 2ഉം 4ഉം എന്നൊരു ഉദാഹരണമാണ്. ചെയിൻ ഐസോമർസത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഇനി പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി വരുന്ന അനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, എവിടെ വരും? ഇവിടെ ഒരു OH ഗ്രൂപ്പ് അല്ലേ, നോക്കിയോ, ഒരു OH വന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ പൊസിഷൻ മാറി വന്നിരിക്കുന്നത് ഇവിടെ വരണമുണ്ട്. കണ്ടോ, അപ്പൊ 1ഉം 6ഉം അല്ലെ, 1ഉം 6ഉം പൊസിഷണൽ ഐസോമറിസത്തിന് ഉദാഹരണമായിട്ട് വരും. അപ്പൊ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടും. അപ്പൊ അതുപോലെ നിങ്ങൾ ഫങ്ഷണൽ ഐസോമറിസവും മെറ്റാമറിസവും കൂടി കണ്ടെത്തിയിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമായിരിക്കും അതിന് നമുക്കൊരു യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ടോ, ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERTയിലെ സെക്കൻഡ് ചാപ്റ്റർ കൂടി പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ SCERT റിലേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി LP UPക്ക് വേണ്ടുന്ന എല്ലാ ടോപ്പിക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.